ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7 ഇൻഡിജേഴ്സ് എന്ന ചാപ്റ്ററിലെ 4th എക്സസൈസിലെ ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3 ആൻഡ് 4. നിങ്ങൾ ഈ സൊല്യൂഷൻ വീഡിയോ കാണുന്നതിന് മുന്നേ തീർച്ചയായും ഇൻട്രഡക്ഷൻ വീഡിയോ കാണണം. എന്നാൽ മാത്രമേ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവൂ. ഞാൻ ഇൻട്രഡക്ഷൻ വീഡിയോയും ഇതിനു മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങളതെല്ലാം കാണണേ. ഇവിടെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, എ മുതൽ ഐ വരെ. നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ഇവാലുവേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. -30 ഡിവൈഡഡ് ബൈ 10 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് എഴുതി നോക്കാം. ഇതിന് നമുക്ക് -30 ബൈ 10 എന്ന് എഴുതാലോ. എന്നിട്ട് 2 സീറോസും കട്ട് ചെയ്യാം. -3/1 എന്ന് കിട്ടും അല്ലേ. -3/1 -3 കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. നമുക്ക് 50 ഡിവൈഡഡ് ബൈ -5 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി 5 ആയിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. 5 1 ടൈം 0 കൊടുത്തു. -5 1 ടൈം. അപ്പോൾ നമുക്ക് 10/-1 എന്ന് കിട്ടി. അത് -10 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ -36 ഡിവൈഡഡ് ബൈ -9 -36 ബൈ -9 എന്ന് എഴുതാം. മൈനസും ക്യാൻസൽ ചെയ്യാം. ഇത് നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്ത് നോക്കാം. 1 6ൽ 3 2 ടൈംസ്, 9ൽ 3 ടൈംസ്. ഇനിയും കട്ട് ചെയ്യാലോ 3 ആയിട്ട് തന്നെ. 12ൽ 3 4 ടൈംസ്, 3ൽ 3 1 ടൈം. അപ്പോൾ നമുക്ക് 4/1 എന്ന് കിട്ടി. ഇതിന് നമുക്ക് 4 എന്ന് ആൻസർ എഴുതാം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. -49 ഡിവൈഡഡ് ബൈ 49 -49 ബൈ 49. 49ഉം 49ഉം ക്യാൻസൽ ചെയ്തു. ഇവിടെ -1 എന്ന ആൻസർ കിട്ടും. അടുത്തത് 13 ഡിവൈഡഡ് ബൈ -2 + 1. ആദ്യം ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം, എന്നിട്ട് മാത്രമേ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിനകത്ത് എന്താണ് സോൾവ് ചെയ്യാനുള്ളത്? -2 + 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അത് എഴുതി. ഇപ്പോൾ നമുക്കുള്ളത് 13 ഡിവൈഡഡ് ബൈ -1. ഇതിന് നമുക്ക് 13/-1 എന്ന് എഴുതാം. ആൻസർ -13 എന്ന് കിട്ടി. ഇനി അടുത്തത് നോക്കാം. 0 ഡിവൈഡഡ് ബൈ -12. 0/-12 എന്ന് എഴുതാം. 0/-12 എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഇതിന് വേറെ ആൻസർ ഒന്നുമില്ല. 0 ഏത് നമ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ 0 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് -31 ഡിവൈഡഡ് ബൈ -30 + -1 ഉണ്ട്. ഈ -31 അങ്ങനെ തന്നെ എഴുതി. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ നമുക്ക് ഡിവൈഡഡ് ബൈ -30 + -1 എന്ന് പറയുമ്പോൾ -31 തന്നെ അല്ലേ. ഇനി നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? -31/-31. രണ്ടും മൈനസ് ക്യാൻസലായി. 31 ക്യാൻസലായി. നമ്മുടെ ആൻസർ 1 എന്നാണ് കിട്ടുന്നത് കേട്ടോ. ഇവിടെ -36 ഡിവൈഡഡ് ബൈ 12 ബ്രാക്കറ്റിനകത്തുണ്ട്. അതിന് പുറത്ത് ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. -36/12 അല്ലേ. എന്നിട്ട് നമുക്ക് അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. -36/12 ഇതിനെ നമുക്ക് 3 ആയിട്ട് കട്ട് ചെയ്താലോ. 3ൽ 3 1 ടൈം, 6ൽ 3 2 ടൈംസ്, 12ൽ 3 4 ടൈംസ്. ഇനി നമുക്കിതിനെ 4 ആയിട്ട് കട്ട് ചെയ്യാലോ. 12ൽ 4 3 ടൈംസ്, 4ൽ 4 1 ടൈം. ഇപ്പോൾ നമുക്കിത് 3 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. 3 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 തന്നെ അല്ലേ. അപ്പോൾ ആ ആൻസറും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. -6 + 5 ഡിവൈഡഡ് ബൈ -2 + 1. ഇത് നമുക്ക് ഓരോ ബ്രാക്കറ്റായിട്ട് റിമൂവ് ചെയ്യാം. -6 + 5 എന്ന് പറയുമ്പോൾ -1 ആണ്. ഡിവൈഡഡ് ബൈ -2 + 1ഉം -1 തന്നെ. അപ്പോൾ -1/-1 എന്ന് പറയുമ്പോൾ മൈനസും ക്യാൻസലായി. നമ്മുടെ ആൻസർ 1 എന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യനും നോക്കാം. ഇവിടെ വെരിഫൈ ദാറ്റ് a ഡിവൈഡഡ് ബൈ b + c ഈസ് നോട്ട് ഈക്വൽസ് ടു a ഡിവൈഡഡ് ബൈ b + a ഡിവൈഡഡ് ബൈ c ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് ഓഫ് a, b ആൻഡ് c എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്ക് 12 എന്നും ബിക്ക് -4 എന്നും സിക്ക് 2 എന്നും വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഈക്വൽ അല്ല LHSഉം RHSഉം എന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LHS മാത്രം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് a ഡിവൈഡഡ് ബൈ b + c.
അപ്പോൾ ഇവിടെ എയുടെ പൊസിഷനിൽ ഞാൻ 12 കൊടുത്തു. ഡിവൈഡഡ് ബൈ ബി -4 ആണ്, സി 2 ആണ്, ഇത് എഴുതി കൊടുത്തു. 12 ഡിവൈഡഡ് ബൈ -4 + 2 എന്ന് കിട്ടി. 12 ഡിവൈഡഡ് ബൈ -4 + 2 എന്ന് പറയുമ്പോൾ -2 ആണ്. ഇതിന് നമുക്ക് 12 ബൈ -2 എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ ക്യാൻസൽ ചെയ്യാം. 12ൽ 2 6 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ നമ്മുടെ കയ്യിൽ 6 ബൈ -1 എന്നുണ്ട്. അതിനെ നമുക്ക് -6 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ LHS സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് -6 ആണ്. RHS ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. A ഡിവൈഡഡ് ബൈ B പ്ലസ് A ഡിവൈഡഡ് ബൈ C. അപ്പോൾ നമുക്ക് ഈ എയും ബിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടുത്തെ വാല്യൂസ് കൊടുക്കാം. 12 ഡിവൈഡഡ് ബൈ -4 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2. ഇതിൻ്റെ ബ്രാക്കറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് 12 ബൈ -4 പ്ലസ് 12 ബൈ 2 എന്ന് എഴുതാം അല്ലേ. ഇതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് 12നെ 4നും കൂടി കട്ട് ചെയ്യാം. 12ൽ 4 3 ടൈംസ്, 4 ഇവിടെ കട്ടായി. 12ൽ 2 6 ടൈംസ്, 2 ഇവിടെ കട്ടായി. അപ്പോൾ നമുക്ക് ഇതിനെ 3 ബൈ -1 പ്ലസ് 6 ബൈ 1 എന്നാണ് കിട്ടിയത്. അപ്പോൾ -3 പ്ലസ് 6 എന്ന് എഴുതാം. -3 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് LHS കിട്ടിയത് -6 ആയിരുന്നു, RHS കിട്ടിയത് 3 ആണ്. അപ്പോൾ -6 ഈസ് നോട്ട് ഈക്വൽസ് ടു 3. ദാറ്റ് ഈസ് LHS ഈസ് നോട്ട് ഈക്വൽസ് ടു RHS. ഹെൻസ് വെരിഫൈഡ് നമ്മുടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലും ഇതുപോലെ കുറച്ച് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാതും നമ്മുടെ ഈ ഫോമിലോട്ട് എഴുതി LHSഉം RHSഉം കറക്റ്റ് ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ LHS തന്നെ നോക്കാം. A ഡിവൈഡഡ് ബൈ B പ്ലസ് C. LHSൽ എക്ക് പകരം -10 കൊടുക്കാം. പിന്നെ ഡിവൈഡഡ് ബൈ B പ്ലസ് C 1 + 1 1 + 1 കൊടുത്തു. -10 is divided by 2, that's equals to -10 by 2, that is -5. ഇതാണ് നമ്മുടെ LHS. LHS equals to -5. ഇനി നമുക്ക് RHS നോക്കാം. RHSൽ A ഡിവൈഡഡ് ബൈ B പ്ലസ് A ഡിവൈഡഡ് ബൈ C ആണ് നോക്കാനുള്ളത്. A ഡിവൈഡഡ് ബൈ B എന്ന് പറയുമ്പോൾ -10 ഡിവൈഡഡ് ബൈ 1 പ്ലസ് -10 ഡിവൈഡഡ് ബൈ സിയും 1 തന്നെയാണ് അല്ലേ. അപ്പോൾ അത് എഴുതി കൊടുത്തു. ദാറ്റ്സ് ഈക്വൽസ് ടു -10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ -10 തന്നെയാണല്ലോ. പ്ലസ് -10 ഡിവൈഡഡ് ബൈ 1 -10 ആണ്. അപ്പോൾ നമുക്ക് -20 എന്ന ആൻസർ കിട്ടി. നമ്മുടെ RHS -20 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, LHS ഈസ് നോട്ട് ഈക്വൽസ് ടു RHS അല്ലേ. -5 ഈസ് നോട്ട് ഈക്വൽസ് ടു -20. സോ LHS ഈസ് നോട്ട് ഈക്വൽസ് ടു RHS. ഹെൻസ് വെരിഫൈഡ്. അങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് തന്നിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് നോക്കാം. 369 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു 369. മെൻ്റൽ മാത്സ് ആണ് അല്ലേ. നമുക്ക് കാൽക്കുലേഷൻ ഒന്നുമില്ല ഇവിടെ. 369 എന്തായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെയിം നമ്പർ തന്നെ കിട്ടുക, 1 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ. നമുക്ക് -75 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു -1. അപ്പോൾ -75നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -1 കിട്ടുന്നത് എന്ന് നോക്കാം. 75നെ 75 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ ആൻസർ നെഗറ്റീവ് തന്നെയല്ലേ വരിക. അപ്പോൾ നമുക്ക് 75 എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്തത് -206 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു 1. -206നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് +1 കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് -206 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴല്ലേ ഒരു നമ്പറിനെ അതേ നമ്പറുമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് 1 എന്ന ആൻസർ കിട്ടുന്നത്. മൈനസും ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ പോസിറ്റീവ് ആവും അല്ലേ. അടുത്തത് -87 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു -87. ജസ്റ്റ് -87നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ, സെയിം നമ്പർ കിട്ടാനായിട്ട്. ഡാഷ് ഡിവൈഡഡ് ബൈ 1 ഈക്വൽസ് ടു -87. നമുക്ക് ഇവിടെ -87 എന്ന് കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയ കൂട്ടുകാരെ,
20 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽസ് ടു -2. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല കൺഫ്യൂഷനും തോന്നുന്നുണ്ടോ? ഒരു കൺഫ്യൂഷനും വേണ്ട. 20നെ നമുക്ക് 2 ആയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. 20നെ നമുക്ക് -2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വേണ്ട ആൻസർ കിട്ടും. ആൻസർ കിട്ടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. മെൻ്റൽ മാത്സേ വേണ്ടൂ. എന്നാലും ഇനി കണ്ടുപിടിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് 20 ബൈ -2 എന്ന് എഴുതാം. 2ൽ 2 1 ടൈം, 0 കൊടുക്കാം. 2ൽ 2 1 ടൈം. അപ്പം നമുക്ക് എന്ത് കിട്ടി? -10 എന്ന് കിട്ടി അല്ലേ? ആ -10 എന്ന ആൻസറാണ് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ -10 എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് 5 pairs ഓഫ് ഇൻറ്റിജേഴ്സ് എ ബി സച്ച് ദാറ്റ് എ ഡിവൈഡഡ് ബൈ ബി ഈക്വൽസ് ടു -3. വൺ സച്ച് പെയർ ഈസ് 6 - 2 ബിക്കോസ് 6 ഡിവൈഡഡ് ബൈ -2 ഈക്വൽസ് ടു -3. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ ഡിവൈഡഡ് ബൈ -3 എന്ന് വരുന്ന പോലെ എക്കും ബിക്കും വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് കൊടുത്തിട്ട് ആൻസർ -3 എന്ന് കിട്ടുന്ന പോലെയുള്ള ഒരു 5 pairs എഴുതി കൊടുക്കാനാണ്. ഏതെങ്കിലും 2 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3 എന്ന ആൻസർ കിട്ടണം. അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പെയർ നമ്മൾ എഴുതാൻ പാടില്ല. വേറെ 5 pairs നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് പെയർ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. 18 ഡിവൈഡഡ് ബൈ -6 എത്രയായിരിക്കും? 18 ബൈ -6 എന്ന് പറയുമ്പോൾ 18ൽ 6 3 ടൈംസ്, 6ൽ 6 1 ടൈം. അപ്പോൾ നമുക്ക് 3 ബൈ -1 ദാറ്റ് ഈസ് -3. അപ്പോൾ നമ്മുടെ റിക്വേർഡ് പെയർ എയും ബിയും ആണല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പെയർ 18 -6 ആണ്. ഇനി അടുത്തൊരു പെയർ നോക്കാം നമുക്ക്. 21 ഡിവൈഡഡ് ബൈ -7. 21 ബൈ -7 നമുക്ക് ചെയ്യാം. 21ൽ 7 3 ടൈംസ്, 7ൽ 7 1 ടൈം, 3 ബൈ -1 ദാറ്റ് വിൽ ബി -3. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പെയർ കിട്ടിയത് 21 ആൻഡ് -7 ആണ്. ഇനി അടുത്ത പെയർ നോക്കാം നമുക്ക്. -9 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ -9 ബൈ 3 എഴുതാം. 9ൽ 3 ടൈംസ്, 3 കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് -3 എന്ന ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ പെയർ -9ഉം 3യുമാണ്. ഇനി അടുത്ത പെയറായിട്ട് നമുക്ക് -24 എഴുതാം. ഡിവൈഡഡ് ബൈ 8 ആണ്. -24 ബൈ 8 കൊടുക്കാം. 24ൽ 8 3 ടൈംസ്, 8ൽ 8 1 ടൈം. ആൻസർ ഈസ് -3. നമ്മുടെ പെയർ -24ഉം 8ഉം. അടുത്തതായിട്ട് നമുക്ക് 12 ഡിവൈഡഡ് ബൈ -4 കൊടുക്കാം. 12 ബൈ -4, 4ആയിട്ട് 12നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടുന്നു. 4 ഇവിടെ കട്ടാവും. -3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ 5th പെയർ നമുക്ക് കിട്ടിയിട്ടുള്ളത് 12ഉം -4 ആണ്. അപ്പോൾ നമുക്ക് 5 pairs കിട്ടിയല്ലോ. 18 ആൻഡ് -6, 21 ആൻഡ് -7, -9 ആൻഡ് 3, -24 ആൻഡ് 8, 12 ആൻഡ് -4. എല്ലാവർക്കും ക്വസ്റ്റ്യനൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ കൂട്ടുകാരെ? ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. പിന്നെ കൂട്ടുകാരെ ഞാൻ വീണ്ടും പറയണം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരോടും നമ്മുടെ വീഡിയോനെ കുറിച്ച് പറയണം, മറക്കരുതേ കൂട്ടുകാരെ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.